ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാന്റെ പച്ചക്കറി തോട്ടമാണ്. നമ്മളും കൂടിയാണ് ആണ്, പക്ഷെ ഇമ്മയാണ്. ഞങ്ങളിപ്പോൾ ഉമ്മാന്റെ പച്ചക്കറി തോട്ടത്തിലാണ്. കുഞ്ഞു സ്പേസിൽ ഇമ്മ ഒരു ലോകം തന്നെ പണിതിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കലില്ല, ഒക്കെ നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ നിന്നാണ് എടുക്കാറ്. കൊറേ എന്നാലും അത്യാവശ്യം വേണ്ട കുറച്ച് അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ട്. കൈസപ്പ് ഈ കാണുന്നതാണ് നമ്മളുടെ പച്ചക്കറി തോട്ടം. അപ്പൊ നിങ്ങൾക്ക് ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. പിന്നോ ഇത് എന്തേലും ചെരങ്ങ വെള്ളരി അല്ലേ? ആ വെള്ളരി ഭയങ്കര സോഫ്റ്റ് ഇട്ടാ. സത്യം പറയാണ്, കടിയിന്ന് വേകുമ്പോ എനിക്ക് നമ്മളിങ്ങനെ തൊടുമ്പോ ഇത്ര സോഫ്റ്റ് ആയിട്ട് തോന്നി. ഇത് തൊട്ടൊക്കെ ഭയങ്കര സോഫ്റ്റ്, ഒരു പഞ്ഞിമ ഇങ്ങനെ തൊടുന്ന മാതിരി. ഇത് ഇനി ആവാത്തോണ്ടാണോന്ന് അറിയില്ല, ആവാത്തോണ്ടാണോന്ന് അറിയില്ല. നശിപ്പിക്കണ്ട, രസമുണ്ട്. പിന്നെ അടുത്ത് കാണിച്ചു. ഇതാണ് വെള്ളരി. ഇതാണ് എൻ്റെ ഉമ്മാന്റെ പച്ചക്കറി തോട്ടത്തിലെ പന്തല്. ഉമ്മ വളരെ ഏച്ച് കൂട്ടി ഉണ്ടാക്കിയ ഒരു പന്തലാണ്. ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പന്തലാണ്. പക്ഷെ ഒരു ഭംഗിയുണ്ട് ഇവിടെ കാണുമ്പോ. ഒരു പച്ചപ്പും ഹരിതാത്മയും പച്ചപ്പൊക്കെ കാണാനുണ്ട് ഇവിടെ. ഇങ്ങോട്ട് വരും. ഇത് ചെരങ്ങയാണ്. ചെരങ്ങ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ ഒന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത് ചെരങ്ങന്റെ വള്ളിയാണ്. അപ്പുറത്തുണ്ട് തോന്നുന്നു. നമുക്കുള്ളതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും. അതെ, ഇത് പൂളന്റെ തൈയാണ്. ഇതിനടിയിൽ പൂള ഉണ്ടാകും. ജൈവ കൃഷിയാണ് ഒക്കെ. നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കാറില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ പൂവാണ് ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഇതിൻ്റെതാട്ടോ ഗൈസ്. മല്ലിക അല്ലല്ലോ, അത് വേറെ എന്തോണ്. ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. എന്താ മാങ്ങാറിയോ അങ്ങനെ എന്തോണ് പറയാ. ചെടിയാണിത്. അപ്പൊ ഇവിടെ തന്നെ ഗൈസ് നമുക്ക് പൂളകൃഷി ഉണ്ട് കേട്ടോ, പറയാൻ മറന്നു. ഇത് നമ്മളെ പൂളകൃഷിയാണ്. ഇതെന്താ പിന്നെ ചേന പറയട്ടതൊക്കെ. ഇത് ചേമ്പോ ചേന എന്തേയാണ്. പിന്നെ ഇത് ചപ്പ്, മല്ലിച്ചപ്പാണ്. ഇത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ കുടിക്കാം. പിന്നെ ഇത് ചിലർക്ക് ലൈമിലൊക്കെ ഇട്ടിട്ട് അടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും ഗൈസ്. പിന്നെ ഇത് മഞ്ഞൾ. നമ്മളെ ഈ തോട്ടത്തിലില്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഇതാണ് ഉമ്മാൻ്റെ മൂച്ചി. ഇത് ഇവിടെ എവിടേക്ക് വളരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആരായാലും ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് പയറിന്റെ വഴികൾ കാണാം. നമ്മള് കൊറേ പ്രാവശ്യം പയർ എടുത്തിട്ട് ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ പുതിയ ഒരു പയറുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ തിന്ന് കഴിഞ്ഞു. അപ്പോ ഒന്നല്ല രണ്ടെണ്ണം. ഇവിടെ വേറെയും കൊറേ ഉണ്ട് ഗൈസ്. രണ്ടെണ്ണമൊന്നല്ല, ഒരുപാട് പയറുകളുണ്ട്. പിന്നെ മുന്നേ നമ്മള് 2-3 പ്രാവശ്യം നമ്മള് എടുത്തുണ്ടാക്കി. നിലക്കടല കാണിക്കാൻ മറന്നു കേട്ടോ, നിലക്കടല കാണിക്കണ്ട. ഇതാണ് ഗൈസ് ഇതല്ലല്ലോ, ഇതാണ് ഗൈസ് ഈ പയറിന്റെ അവസ്ഥ. ഇതാണ് പയറ്. ഇതും പയറാണ് ഗൈസ് നമ്മുടെ പയറ്. ഇതും പയറാണ്. ഇതൊക്കെ പയറാണ് കേട്ടോ ഗൈസ്. ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ മറന്നു, ഇതാണ് നമ്മളെ ഇതിനെന്താ പറയുക, കൈപ്പക്ക ഉണ്ടായിട്ടില്ല കേട്ടോ. കൈപ്പക്ക ആയി വരുന്നേ ഉള്ളൂ. തക്കാളി കാണിക്കാൻ മറന്നു. ഇതാണ് ഗൈസ് തക്കാളി മരം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കറിവേപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ പയറാണ്. പയർ ഇങ്ങോട്ട് പടരുന്നൊക്കെയാണ്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മളെ കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പച്ചക്കറിക്ക് വേണ്ടിയവര് എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ കൊറിയറായിട്ട് അയക്കുന്നതാണ്. പച്ചക്കറിയോ? അപ്പോൾ പുറത്ത് പറയണത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല നല്ല പച്ചക്കറിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് എത്ര രാസവളം ഉണ്ടാക്കിയതാ, സോറി ജൈവവളം. ബൈ.